ഒരു ശരീരത്തിൽ നിന്ന് വിട്ട് മറ്റൊരു ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ പലയിടത്തും പോയി പല അനുഭവങ്ങളും അനുഭവിച്ചത് മുഴുവൻ പറയൂ, എങ്ങനെ സാധിച്ചു? അത് സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? കൂടെ വരുന്നില്ല നിങ്ങൾ. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഓർമ്മകളാണ് സ്വപ്നങ്ങൾ, സ്മരണകളാണ് സ്വപ്നങ്ങൾ, അല്ലേ? ആണോ? അല്ലാതെ അവിടെ വേറെ ശരീരം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അപ്പൊ ആ സ്മരണകൾക്കൊരു ശരീരത്തെ സങ്കല്പിക്കാനും ആ ശരീരത്തിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചതെന്തോ അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്നതെന്തോ അനുഭവിക്കാനും ആ സ്മരണകൾ അതിനെ പ്രേരിപ്പിക്കുകയാണ്. ആണോ അല്ലയോ? അപ്പൊ സ്മരണകളല്ലേ പുനർജന്മം? ഈ ശരീരം വിട്ട് മറ്റൊരു സ്വപ്ന ശരീരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത് സ്മരണകളല്ലേ? സ്മരണയല്ലേ പുനർജന്മം? സ്മരണകളായിട്ടല്ലേ യാത്ര ചെയ്യുന്നത്? ആണോ അല്ലയോ? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ സ്മരണകളാണ് എന്നെയും നിങ്ങളെയും ഭൂമിയിൽ നിലനിർത്തുന്നത്. ഇവിടെ ആരും മരിച്ച് സ്വർഗത്തിലേക്കല്ല പോകുന്നത്. ഈ സ്മരണകളുമായി അനുഭവിച്ചത് തന്നെ വീണ്ടും അനുഭവിക്കാനായി ഈ ഭൂമിയിലേക്ക് തന്നെ വരണം. എല്ലാവരും വരണം. അതെന്താ തെളിവ് വരുന്നു എന്നുള്ളത്? ഈ മരിച്ചവരൊക്കെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നുവെങ്കിൽ ഇവിടെ ജനിക്കുന്നവർക്കൊരിക്കലും അവർക്കൊന്നും പഴയ അനുഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ജനിച്ചു വന്ന കുട്ടിക്ക് പോലും ഒരു സ്വപ്നത്തിൽ ഏതോ ഒരു പഴയ അനുഭവത്തെ ഓർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ ടി വി? ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ധാരാളം യൂട്യൂബ് ചാനലിലൂടെ കൊച്ചുകുട്ടികൾ സംസാരിക്കുന്നതും കൊച്ചുകുട്ടികൾ പാടുന്നതും കൊച്ചുകുട്ടികൾ പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ ഈവൻ വിദ്യാഭ്യാസമുള്ളവർ പോലും തലകുനിച്ചു പോകും. ആ കുട്ടിക്ക് എവിടുന്ന് കിട്ടിയ ഇത്രയും ടാലന്റ്? ഇതൊക്കെ ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ മഹാക്രൂരൻ ലോകത്തിലില്ല. കാരണം ചിലർക്കൊക്കെ കഴിവ് കൊടുക്കുക, ചിലർക്കൊക്കെ അത് ഞാൻ വായിച്ചു കേട്ടതാണോ, പറഞ്ഞു കേട്ടതാണ്. ഈ ബൈബിളിലും ഖുറാനിലൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടി പറഞ്ഞപ്പോൾ ദൈവം ഒരിക്കലും ഈ അംഗവൈകല്യമുള്ളവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അംഗവൈകല്യമുള്ളവരോ എന്തെങ്കിലും ഈ ഓട്ടിസം അങ്ങനെയുള്ള ഒരു ആളുകളുമില്ല. ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വിഭാഗം ദൈവത്തിനില്ല. ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച്. അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, ദൈവം സൃഷ്ടിക്കാത്ത വേറെ കുറേ ചില ആൾക്കാരെ ആരോ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. അല്ല, അതും നമ്മൾ അംഗീകരിക്കണമല്ലോ. ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വിഭാഗമില്ലേ, ഇവരെ ആര് സൃഷ്ടിച്ചു? ആണും പെണ്ണും കെട്ടൊരു വിഭാഗം എന്ന് പറയില്ലേ അവരെ? അങ്ങനെ പറഞ്ഞാൽ അവർ തല്ലും നമ്മളെ. ട്രാൻസ്ജെൻഡർ എന്ന് തന്നെ പറയണം. ബോംബെയിലാണെങ്കിൽ ചക്ക മാങ്ങ എന്തോ പറയും അവരെ, അല്ലേ? ആ രൂപത്തിലുള്ളവരെ ആര് സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ ലിസ്റ്റിലില്ല, ബൈബിളിലും ഖുറാനിലും ഇല്ല. അവരെ എവിടെ അക്കൗണ്ട് ചെയ്യും? ഇപ്പൊ ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ പെടാത്തവരല്ലേ അവര്? അപ്പൊ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല പറഞ്ഞാൽ പിന്നെ എന്തോന്ന് സൃഷ്ടിയാണ്? ഇതായി ഞാൻ പറഞ്ഞത്. മുഴുവൻ എന്താ പറയുക, ക്ലാരിറ്റി ഇല്ലാത്ത എന്തോ വിഡ്ഢിത്തങ്ങൾ പാവം ജനങ്ങളുടെ മേല് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഹിന്ദുമതത്തിന് ഉത്തരവുണ്ട്. ഓരോരുത്തരും എങ്ങനെ ജനിക്കണം എന്ന് തീരുമാനിക്കുന്നത് സ്വകർമ്മണ, അവനവൻ്റെ കർമ്മം. ചിന്തകളാണ്, സ്മരണകളാണ് നമ്മളെ നമ്മളാക്കുന്നത്. നിങ്ങളെ നിങ്ങളാക്കുന്നത് നിങ്ങളുടെ സ്മരണകളാണ്, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിന്തകളാണ്. ഇത് സത്യമാണോ അല്ലയോ? നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള ആസക്തി, നിങ്ങൾക്ക് നിങ്ങളുടെ കളറിനോടുള്ള ഇഷ്ടം, ഇതൊക്കെ തീരുമാനിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. നിങ്ങൾ പറഞ്ഞോളൂ, ആഗ്രഹം ഒരു സ്മരണയല്ലേ? ആഗ്രഹം ഒരു ചിന്തയല്ലേ? ആണോ? അപ്പം സ്മരണകളാണ്, ചിന്തകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നതെങ്കിൽ നമ്മുടെ ജന്മം മുഴുവൻ ആരെ ആശ്രയിച്ചിരിക്കുന്നു? നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓർമ്മകളെ, സ്മരണകളെ, ചിന്തകളെ. ഇതിന് വിളിക്കുന്ന പേരാണ് കർമ്മവാസന. അപ്പം എല്ലാവരും ചിന്തകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ അനുഭവിച്ചതിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ഓർമ്മകളുമായിട്ട് നീ വീണ്ടും അതിനെന്താ തെളിവ്? നിങ്ങൾ പോകുന്നുള്ളതിന് സ്വപ്നം തന്നെയാണ് തെളിവ്. കിടന്നുറങ്ങിയ നിങ്ങളുടെ ഉള്ളിൽ പൂർത്തീകരിക്കാൻ എന്തോ ആഗ്രഹങ്ങളും വെച്ച് ഒരു ശരീരത്തെ സങ്കല്പിച്ചുകൊണ്ട് അതിന് പോവാൻ കഴിയുമെങ്കിൽ ഇനിയും മറ്റൊരു ശരീരത്തിലേക്ക് പോവാൻ അതിന് സാധിക്കും. തെളിവുകൾ ഇഷ്ടംമാരുണ്ട്.
ഇവിടെ നമ്മൾ നോക്കൂ, ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അതുപോലെ അവിടെ കിടക്കുന്നുണ്ട്. ഓരോ ദിവസവും എണീക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ച പല ശീലങ്ങളും ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. നമ്മളത് പറയാറുണ്ട്, അവൻ്റെ സ്വഭാവം ചെറുപ്പം മുതൽ അങ്ങനെയാണ്. പറയാറില്ല, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. അപ്പൊ ശരീരങ്ങൾ മാറിയിട്ടുണ്ട്, അവൻ്റെ സ്മരണകൾ, ഓർമ്മകൾ, ചിന്തകൾ മുഴുവൻ മാറുന്നില്ലെങ്കിൽ, കുറെ മാറുന്നുണ്ട്, മുഴുവൻ മാറുന്നില്ലെങ്കിൽ. ഇപ്പം നിങ്ങൾ നോക്കൂ, പല ടേസ്റ്റുകളും നിങ്ങൾ ചെറുപ്പത്തിൽ ശീലിച്ചത് നിങ്ങളുടെ കൂടെ ഉണ്ട്. ചെറുപ്പത്തിൽ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആ ഓർമ്മകൾ. ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ വന്നിരുന്നു, അദ്ദേഹം കോഴിക്കോട്ടുകാരൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ് നമ്മുടെ അനൂപ്. അയാൾ കണ്ട ഉടനെ തന്നെ ചോദിച്ചു, നിങ്ങൾ 30 കൊല്ലം മുമ്പ് ഇന്ന സ്കൂളിൽ പഠിച്ച ആളല്ലേ എന്ന്. ഞാനേ അത്ഭുതപ്പെട്ടു. 30 കൊല്ലം മുമ്പ് സ്കൂളിൽ ക്ലാസ്സിൽ പഠിച്ച ആളെ ആൾക്ക് ഇത്രയും ഓർമ്മയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ലത്, എനിക്ക് പറ്റാത്ത കാര്യമാണത്. 30 കൊല്ലം മുമ്പൊക്കെ പഠിച്ചു എന്നുള്ളതൊക്കെ 30ഓ 40ഓ എത്രയോ വർഷമാവട്ടെ, ആർക്കും ഓർക്കാൻ പറ്റും? ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ എന്നോട് എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം ഇത്രയും ആൾക്കാരെ കാണണം, ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ ആരെ എവിടെ കാണണം എന്നുള്ളത് എല്ലാവരും നല്ല പരിചയമുള്ളതുപോലെ തോന്നുമ്പോൾ പിന്നെ ഇങ്ങനെ കണക്ക് കൂട്ടും, ഇന്ന സ്ഥലത്തായിരിക്കും, ഇന്ന സ്ഥലത്തായിരിക്കും, ഇന്ന സ്ഥലത്തായിരിക്കും. പിന്നെ കുറെ ലോജിക്കൽ ഇത് വെച്ചിട്ട് നമ്മൾ ചോദിക്കും, ഇന്ന സ്ഥലത്താണോ? അങ്ങനെയൊക്കെ ചോദിക്കേണ്ടിയിരിക്കണം. അപ്പോൾ കാരണം നമ്മൾ അധികം ആളുകളെ കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പിന്നെ നമ്മൾ അതിലേക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് അതൊന്നും അത്ര ഓർമ്മയിൽ തീവ്രമായി നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഓർമ്മകൾ മനസ്സിൽ ഉള്ളിടത്തോളം കാലം അതിനെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സ് നെയ്തുകൊണ്ടിരിക്കും. ശരീരത്തിന് എത്രയോ മാറ്റം വന്നിട്ടും 30ഉം 40ഉം വർഷം പഴക്കമുള്ള കഥകളൊന്നും നമ്മൾ മറക്കുന്നില്ല എങ്കിൽ ഈ സ്മരണകൾ ശരീരത്തിൽ നിന്നും ശരീരത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കല്ലേ? പറയൂ. അപ്പൊ പിന്നെ മരിച്ചതിന് ശേഷവും അതിന് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്നാണെങ്കിൽ സയന്റിഫിക്കലി ശരിയാണ്, ജനിച്ചു വരുമ്പോൾ തന്നെ ജീനുകൾ ഉണ്ട്. ജീനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നെങ്കിൽ ജീൻ എന്ന് പറയുന്നത് ബോധ ചിന്ത തന്നെ ആവണം. കാരണം ബോധമില്ലാതെ ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ ചിന്തകളാണെങ്കിൽ ജീനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാലും ആ ചിന്തകളും നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ ജനിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിങ്ങളുടെ സ്മരണകൾ ഒരു ശരീരത്തിലൂടെ പ്രകടമാകുമ്പോൾ നമ്മൾ ജനനം എന്ന് പറയുന്നു. ആ ചിന്തകൾ ശരീരത്തിൽ നിന്നും അപ്രകടമാകുമ്പോൾ അതിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യല്ല, അത് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മരണം എന്ന് വിളിക്കുന്നു. സ്മരണകൾ ചേർത്ത് വയ്ക്കുമ്പോൾ, ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനനവും, സ്മരണകൾ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് മരണം. എന്തൊരു അർത്ഥത്തിലാണ് ഋഷിവര്യന്മാർ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരീരത്തിനല്ല. ഈ ശരീരത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്, ഈ ശരീരത്തിന് പ്രാധാന്യമുണ്ടാകുന്നത് സ്മരണകൾ. അതിലേക്ക് നിങ്ങൾക്ക് സ്മരണകളില്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ നിങ്ങൾ കോമയിലാണ്. ഓർമ്മകൾ ഉണർന്നു വരാത്തവൻ കോമയിലാണ്. കോമയിലുള്ളവന് ശരീരം ഉണ്ടായിട്ടും അപ്പം നിങ്ങൾക്ക് ശരീരം എപ്പോഴാണ് ഉപകാരമുള്ളത്? ഓർമ്മയുള്ളപ്പോഴാണ്. അപ്പം നമ്മൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏതിന്? ആ ഓർമ്മകൾ. അതെന്താണ്? അതൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ. ഓർമ്മകൾ എന്ന് പറയുന്നത് കുറെ അനുഭവിച്ച അനുഭവങ്ങളെ മോഹിച്ച ഓർമ്മകൾ, മോഹിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. നിങ്ങൾ പലതും മോഹിച്ചു കാണാം, പലതും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ അത് കിടക്കും. അപ്പം ഇതൊക്കെ പൂർത്തീകരിക്കാനായി, മോഹിച്ചതെല്ലാം വീണ്ടും അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പം മരണാനന്തരം ആരും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ല പോകുന്നത്. ഈ കർമ്മവാസനകൾ അഥവാ സ്മരണകൾ അഥവാ ഓർമ്മകളുമായി മനുഷ്യൻ അത് അനുഭവിക്കാനായി, അനുഭവിച്ചതിനെ ആവർത്തിച്ചനുഭവിക്കാൻ, ആഗ്രഹിച്ചതിനെയും അനുഭവിക്കാനായി അവൻ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ വരും. എന്തിനാ ഭൂമിയിൽ വരുന്നത്? കാരണം ഭൂമിയിലുള്ള കാര്യങ്ങളെ അവൻ
ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ എവിടെയാണോ അവൻ്റെ വാസനകൾ ഇരിക്കുന്നത് അവിടേക്ക് തന്നെ അവൻ വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മരണകളും കൊണ്ടുള്ള ഒരു യാത്രയാണ് ജീവിതം. നിങ്ങൾ ഇവിടെ നിന്ന് സ്മരണകളെ ഉണ്ടാക്കുന്നു, സ്മരണകൾ വളർത്തുന്നു, സ്മരണകളുമായിട്ട് യാത്ര ചെയ്യുന്നു. സത്യം അതാണോ? ലോജിക്കലി ശരിയാണോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ ശരിയാണോ? പറയൂ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നമ്മുടെ സ്മരണകളെ അത്ര ഗൗരവമായി എടുക്കല്ലേ. നമ്മൾ കാണുന്നതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ശരീരത്തിനാണ്. നോക്കൂ, ഒരു ബൾബിന് പ്രാധാന്യം വരുന്ന എപ്പോഴാണ്? പവർ അതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ്. കറണ്ട് ഇല്ലാത്തൊരു വീട്ടിൽ ബൾബ് വെച്ചിട്ടെന്താ കാര്യം? ഇതുപോലെ സ്മരണകൾ വിട്ടുപോയ ശരീരത്തിന് ഒരു പ്രാധാന്യമില്ല. നിങ്ങൾ കോമയിൽ കിടക്കുമ്പോൾ എത്ര ദിവസം ആര് വന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് പിന്നെ ഈ ലോകവുമായി യാതൊരു ബന്ധമില്ല. നിങ്ങളുടെ സ്മരണകൾ വിട്ടുപോയി, നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക. ഈ ശരീരത്തിന് എന്ത് പ്രസക്തിയുണ്ട്? എത്ര കാണാൻ സുന്ദരനോ സുന്ദരിയായാലും എത്ര ദിവസം വയ്ക്കും? എംബാം ചെയ്ത് എത്ര ദിവസം വയ്ക്കാൻ പറ്റും? ഈ ശരീരം അവസാനം കൊണ്ടുപോയി കത്തിക്കുക അല്ലെങ്കിൽ കുഴിച്ചു മൂടി എന്തെങ്കിലും ചെയ്യണം. വേണോ വേണ്ടയോ? എത്ര ചെറുപ്പക്കാരാണ് വൈറസ് വന്ന് മരിച്ചത്? ആ ശരീരത്തിൽ നിന്ന് ആ ചിന്തകൾ വിട്ടുപോയാൽ ആ ശരീരത്തിന് വല്ല പ്രസക്തിയുണ്ടോ? അപ്പം നമ്മൾ ആരും ആ സ്മരണകളെ നോക്കുന്നില്ല. ഈ ശരീരത്തിന് ഇത്രയും ദിവസം ജന്മം കൊടുത്തത് ആരാണ്? അല്ലെങ്കിൽ ജീവിതം കൊടുക്കുന്ന ആരാണ്? നിങ്ങളുടെ സ്മരണകളില്ലെങ്കിൽ നിങ്ങൾക്കെന്ത് ജീവിതം? ചിന്തകളില്ലെങ്കിൽ എന്ത് ജീവിതം? അപ്പം നമ്മളെ ജീവിപ്പിക്കുന്നത് മുഴുവൻ ചിന്തകളാണ്, സ്മരണകളാണ്. അതല്ലേ സത്യം? അപ്പം നമ്മൾ ആ ചിന്തകളെ ഒന്ന് കാണാൻ പഠിക്കുക. എങ്ങനെ ചിന്തകളെ കാണാൻ പഠിക്കുക? നാം ഉള്ളിലേക്ക് നിരീക്ഷിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ചിന്തകളുടെ സ്വഭാവത്തെ നമുക്ക് കാണാൻ പറ്റും. അല്ലാത്തവരെന്ത് ചെയ്യും? ഈ ചിന്തകളെ കാണാത്തവൻ, ചിന്തകളെ ശ്രദ്ധിക്കാത്തവൻ, എന്തിനും ചിന്തകളെ ശ്രദ്ധിക്കണം, എങ്ങനെ ചിന്തിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നോക്കാം നമുക്ക്. ഈ ചിന്തകളെ ശ്രദ്ധിച്ചിട്ടില്ല. അതിലിപ്പോൾ എന്തിനാ ചിന്തകളെ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം അവർ പറയും നിങ്ങളങ്ങോട്ട് ജീവിച്ചാൽ പോരെ. ശരിയാണ്. അപ്പം ഞാനിങ്ങനെ അനുഭവിച്ചത് തന്നെ വീണ്ടും വീണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്മരണകൾ തീവ്രമായി എന്താ സംഭവിക്കുക? നിങ്ങൾ അനുഭവിച്ചു തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകൾ അവിടെ തന്നെ ഉണ്ടാവുമോ? അത് പോവോ? ആ ചിന്തകൾ അവിടെ തന്നെ ഉണ്ടാവും. ആ ചിന്തകൾ അവിടെ തന്നെ ഉണ്ടായാൽ വീണ്ടും എന്ത് സംഭവിക്കും? ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു ഘട്ടം വന്നാൽ ഈ ചിന്തകൾ വിട്ടുപോയാലും വീണ്ടും അനുഭവിച്ചത് തന്നെ അനുഭവിക്കാനായി മറ്റൊരു ശരീരത്തെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ ജനിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ പറയാണ്, കഴിഞ്ഞാലുമില്ലവധി, ജന്മങ്ങളും കഴിഞ്ഞാലുമില്ലവധി എന്ന് പറഞ്ഞാൽ ഇതിനൊരു അവസാനമില്ല എന്നർത്ഥം. ഇതിനൊരു അവസാനമില്ല. സ്വർഗത്തിലും നരകത്തിലും തീരുന്നതല്ല മനുഷ്യൻ്റെ ജന്മം. പിന്നെ എന്തിലാ തീരുന്നത്? കർമ്മ വാസനകൾ കെട്ടടങ്ങുന്നിടത്ത്. ചിന്തകൾ കെട്ടടക്കാതെ ജീവിതത്തിനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമാക്കാൻ സാധ്യമല്ല. ശ്രദ്ധിക്കൂ നിങ്ങൾ, ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തകളുമായി ബന്ധപ്പെട്ട, ഇത് മറക്കരുത് നിങ്ങൾ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അനുഭവിച്ച അനുഭവത്തിൻ്റെ, അനുഭവിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ സ്മരണകളെയാണ് ചിന്തകൾ എന്ന് പറയുക. ഇപ്പം നിങ്ങൾ അനുഭവിച്ചതും അനുഭവിക്കാൻ ആഗ്രഹിച്ചതുമായ ഓർമ്മകളെയാണ് അല്ലെങ്കിൽ ചിന്തകളെയാണ് സ്മരണകളെന്നോ ചിന്തകളെന്നോ പറയുന്നത്. അനുഭവിച്ച അനുഭവങ്ങളുടെ ഓർമ്മകൾ, അനുഭവിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഓർമ്മകൾ, ഈ ഓർമ്മകളെയാണ് നമ്മൾ ചിന്തകൾ എന്ന് പറയുന്നത്. ഈ ചിന്തകളെയാണ് നമ്മൾ വാസന എന്ന് വിളിക്കുന്നത്. വാസന എന്നുള്ള അതിന് വേറൊരു പേരാണ് നമുക്ക്. അതിൻ്റെ പേര് തന്നെയാണ് കർമ്മം എന്ന് പറഞ്ഞാൽ. ഈ ചിന്തകളാണ് നമ്മളെ ഒരു ശരീരത്തിൽ നിന്നും എന്തിനാ മറ്റൊരു ശരീരത്തെ എടുക്കുന്നത്? എന്തിനാ മറ്റൊരു ശരീരം എടുക്കുന്നത്? അനുഭവിച്ച അനുഭവങ്ങൾ വീണ്ടും തുടരാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനൊരു അറ്റമില്ല. വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിച്ചത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അനുഭവിച്ചതും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായത് വീണ്ടും വീണ്ടും പൂർത്തീകരിക്കാൻ വേണ്ടി ശരീരമെടുക്കുന്നു.
ഈ വാസനകൾ കെട്ടടങ്ങാതെ, അല്ലെങ്കിൽ ഈ ചിന്തകളെ കെട്ടടക്കാതെ നമുക്ക് ഈ ഒരു കർമ്മ സഞ്ചാരത്തിന് ഒരു അവസാനം ഇല്ല. അപ്പം പിന്നെ ഈ വാസനകൾ എങ്ങനെ കെട്ടടക്കുക? ഈ ചിന്തകൾ എങ്ങനെ കെട്ടടക്കുക? ഈ ചിന്തകളെ കെട്ടടക്കാനുള്ളൊരു വഴി, ഈ ചിന്തകളുടെ സ്വാധീനത്തിൽ നിന്നും നമ്മൾ പുറത്ത് കടക്കുക എന്നുള്ളതാണ്. ചിന്തകളുടെ സ്വാധീനത്തിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവങ്ങളോടുള്ള നമ്മുടെ തീഷ്ണമായ ആ ആഗ്രഹം, അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ ആസക്തി വിട്ടുപോകണം. അതിനെങ്ങനെയത് വിട്ടുപോവുക? അത് നമ്മൾ മനപൂർവ്വം നമ്മൾ കടിച്ചമർത്തി പിടിച്ചു വെച്ചത് കൊണ്ടൊന്നും വിട്ട് പോവില്ല. കാരണം അപ്പോഴും ഉള്ളിൽ ഇതൊക്കെ അനുഭവിക്കാനുള്ളൊരു പ്രേരണ കിടക്കും, അതിൻ്റെ ബീജം അവിടെ കിടക്കും. അപ്പം ഇതിനെന്താ വഴി? അപ്പം നമ്മൾ ഒറ്റ വഴിയുള്ളൂ. ഇതൊക്കെ ഈ വാസനകൾ തൃപ്തിപ്പെടുത്തുന്നതൊക്കെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ? മനസ്സിന് എന്താ വേണ്ടത്? ഞാനിപ്പോൾ ഒരു ചായ കുടിക്കണു, കല്യാണം കഴിക്കണു, കുട്ടികളാവുന്നു, അവരെ വളർത്തുന്നു, വീട് വെക്കുന്നു, AC, കാറ്, സൗകര്യങ്ങളൊക്കെ എനിക്ക് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ ജീവിതത്തിലൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്, സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിന് ഇതൊക്കെ കിട്ടിട്ടും എന്തില്ല? സംതൃപ്തിയില്ല. അപ്പം നമ്മൾ പഠിക്കണം. നമ്മൾ പറഞ്ഞിടത്തേക്ക് എത്തുന്നത് മനസ്സിനെ എങ്ങനെയാണ്, എന്ത് കൊടുത്താലാണ്, എന്ത് ചെയ്താലാണ് സംതൃപ്തമാക്കാൻ പറ്റുക. അപ്പം ഈ മനസ്സിനെ സംതൃപ്തമാക്കാൻ ഒറ്റ വഴിയുള്ളൂ, കെട്ടടക്കുക. കാരണം ഉറക്കത്തിൽ അത് കെട്ടടങ്ങുമ്പോൾ മനസ്സിന് നല്ല സുഖവും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം ഈ മനസ്സെങ്ങനെ കെട്ടടക്കുക? അതിനൊറ്റ വഴിയുള്ളൂ, ധ്യാന പരിശീലനത്തിലൂടെ മന്ത്രങ്ങളിലേക്ക് ലയിപ്പിച്ച് ലയിപ്പിച്ച് ആ മന്ത്രത്തിൽ ലയിച്ച് കിട്ടുന്ന ഒരു സുഖത്തെ നമ്മൾ ആസ്വദിക്കുക. അങ്ങനെ ആ ഒരു സുഖം നമുക്ക് ആസ്വാദനത്തിൽ വന്നാൽ, ആ സുഖത്തിൻ്റെ ഒരു തീവ്രത ആസ്വാദനത്തിലേക്ക് വന്നാൽ, അതിൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക് വരും തോറും മറ്റൊരു സാധനത്തിൽ നിന്നാണ് സുഖം കിട്ടുക എന്നുള്ള തോന്നൽ ക്രമേണ ക്രമേണ കുറഞ്ഞു വരും. അപ്പം നമുക്ക് ആത്മസുഖം കൂടും, വിഷയസുഖം കുറയും. വിഷയസുഖം കുറയും തോറും നിങ്ങൾക്ക് വീണ്ടും വന്ന് വിഷയങ്ങളെ ആവർത്തിച്ച് അനുഭവിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അതിനേക്കാളും വലിയൊരു സുഖം ഉള്ളിൽ അനുഭവിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ഇനി ഇവിടെ വെച്ചിട്ട് ആ ആത്മസുഖത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും അപ്പം എന്താ സംഭവിക്കുക? ആ വാസന അവിടെ കിടക്കുന്നുണ്ട്, ആ സ്മരണ അവിടെ കിടക്കുന്നുണ്ട്, വിഷയസുഖത്തിൻ്റെ താല്പര്യം കുറഞ്ഞു, നിങ്ങൾക്ക് ആത്മസുഖത്തിൻ്റെ തീവ്രത കൂടി, പക്ഷെ അതിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പം എന്താ സംഭവിക്കുക? വീണ്ടും ഒരിക്കൽ കൂടി വരണം. എന്തിനു വേണ്ടിയിട്ട്? ആ ആത്മസുഖം പൂർത്തീകരിക്കാനായിട്ട്. അതാണ് ഗീതയിൽ 6-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ഇനി 6-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നിന്നെടുത്ത് വായിച്ചു നോക്കൂ. അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണ, ഞാൻ ഏതാ അറിയോ? ശ്ലോകം അറിയോ നിങ്ങൾക്ക്? 6-ൽ 37 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ. അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ കൃഷ്ണ എന്താണ്? അയതി ശ്രദ്ധയോപേത യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതി കൃഷ്ണ ഗച്ഛതി. ആ വാക്കുകളൊക്കെ ഇനി നിങ്ങൾ വേറെ അർത്ഥത്തോടു കൂടി ഗ്രഹിക്കണേ. ഞാനിപ്പം പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിലിരുന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അപ്രാപ്യ യോഗ സംസിദ്ധി. അപ്രാപ്യ എനിക്ക് പ്രാപിക്കാൻ പറ്റിയില്ല. എന്താ പ്രാപിക്കാൻ പറ്റാത്തത്? യോഗ എന്ന് പറഞ്ഞാൽ യോഗം കൂടിച്ചേരുക. അപ്പൊ ഇവിടെ ഏതുമായിട്ടുള്ള കൂടിച്ചേരലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? യോഗം എന്നത് ഭോഗമാണോ? യോഗം എന്നതിന് ഭോഗം എന്നാണോ അർത്ഥം? അപ്പൊ ഏതുമായിട്ടാണ് കൂടിച്ചേരുന്നത്? തൻ്റെ പരമാത്മാവിലേക്ക് സാധനാനുഷ്ഠാനത്തിലൂടെയുള്ള ആ കൂടിച്ചേരൽ എനിക്ക് പൂർണ്ണമാക്കി എന്ത് കിട്ടിയിട്ടില്ല?
സംസിദ്ധി കിട്ടിയിട്ടില്ല. സംസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആ കൂടിച്ചേർന്ന് കിട്ടുന്ന ഒരു പരിപൂർണ ആനന്ദം, പരിപൂർണ സംതൃപ്തി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് പ്രാക്ടീസ് ചെയ്യണം. യോഗ അയാൾ ശ്രദ്ധയോടുകൂടി അയതി ശ്രദ്ധയോപേത, ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് നാമജപമല്ലല്ലോ, നമ്മൾ എന്താ പറഞ്ഞത്? രാവിലെ ഞാൻ പറഞ്ഞു ആ വാക്ക് നിങ്ങൾ പറയരുത് എന്ന്. ചിത്തലയത്തോടു കൂടിയ നാമജപം. അപ്പൊ ആ ചിത്തലയം അങ്ങനെ പരിശീലിച്ച് വരുന്നുണ്ടാണ്, മനസ്സങ്ങനെ ലയിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മനസ്സ് അതിലേക്ക് പൂർണ്ണമായും ലയിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ മരിച്ചുപോയാൽ, ഇപ്പം നമുക്കൊക്കെ ഉള്ളൊരവസ്ഥ വരാൻ പോണത്, നമ്മളൊക്കെ ഇങ്ങനെ പരിശീലിച്ച് മരിച്ചുപോയാൽ കാ ഗതി കൃഷ്ണ ഗച്ഛതി. അപ്പം നമുക്കറിയണം നമ്മുടെ ഗതി എന്താവുന്നു. ഇപ്പം നിങ്ങൾ ഡെയിലി കുറച്ചു നേരം ജപത്തിൽ അങ്ങനെ അലിഞ്ഞിരുന്ന് അതിൻ്റെ ഒരു സുഖം നമ്മളിങ്ങനെ കൊച്ചുകുട്ടികൾ വിരൽ കുടിച്ച് ആസ്വദിക്കുന്ന പോലെ നമ്മൾ നാമം ജപിക്കുമ്പോൾ വിരൽ കുടിക്കണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ അർത്ഥമെടുക്കരുത്. പറഞ്ഞു വരുന്നത് എന്താണ്? നാമത്തിൽ അങ്ങനെ മുഴുകിയിരുന്നതിൻ്റെ ഒരു രസം നമ്മുടെ ശിരകളിൽ അങ്ങനെ കയറി, അതിൻ്റെ ഓർമ്മ, അതിൻ്റെ സ്മരണ നമ്മുടെ ഉള്ളിൽ ദൃഢമായി ഒരു ആത്മസുഖം എന്നിൽ അങ്ങനെ ഉണ്ട്. ഞാനതങ്ങനെ ആസ്വദിക്കുന്നു. അതെങ്ങനെ നമ്മൾ അതിലങ്ങനെ മുഴുകിയിരുന്ന് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഫീസ് പോയി, ആള് കാറ്റുപോയി. കാഗതി കൃഷ്ണ ഗച്ഛതി. ആളുടെ ഗതി എന്തായിരിക്കും? നമ്മുടെ ഗതി എന്തായിരിക്കും ഗതി? അതിനാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന നഹി കല്യാണക ദുർഗതിം ഗച്ഛതി. അവർക്കൊരിക്കലും എന്തില്ല? ദുർഗതിയില്ല. അതാണ് ശുചീനാം ശ്രീമതാം കേഹേ യോഗഭ്രഷ്ടോ വിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി എന്നൊക്കെ. അപ്പം നമ്മൾ വീണ്ടും യോഗഭ്രഷ്ടന്മാരായി ഈ തീർക്കാനുള്ള, അതായത് ആ മനസ്സിൻ്റെ ലയം പൂർത്തീകരിക്കാനായിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പം ഏതുവരെ വരണം? മനസ്സിനെ ഒരു നാമത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ മനസ്സിനെ പൂർണ്ണമായി ലയിപ്പിച്ച് ഒരു ആനന്ദം ഉള്ളിൽ അനുഭവിച്ച് വാസനകളിലുള്ള സുഖത്തിൽ നിന്നൊക്കെ, അതിൻ്റെ സ്മരണയിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണം. ഈ സ്മരണ നമ്മുടെ ഉള്ളിൽ ഉറച്ചു വരണം. ഏത് സ്മരണ? നാമലയത്തിലുള്ള സുഖത്തിൻ്റെ സ്മരണ ഉള്ളിൽ ഉറച്ചു വരണം. വിഷയസുഖത്തിലുള്ള സ്മരണ കുറയണം. അപ്പം നമ്മൾ യോഗ സംസിദ്ധി കൈവരിക്കാനായിട്ട് യോഗഭ്രഷ്ടന്മാരായിട്ട് വരണം. എന്നാൽ നാമം ജപിക്കുമ്പോഴും ഭോഗരസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു ഭോഗസുഖത്തിൽ തന്നെയാണ് മനസ്സിരിക്കുന്നതെങ്കിൽ, അനുഭവിച്ച അനുഭവങ്ങളുടെ സ്മരണ വീണ്ടും അത് ആവർത്തിക്കാനായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? ഭോഗജീവിതത്തിലേക്കാണോ യാത്ര? യോഗ ജീവിതത്തിലേക്കാണോ യാത്ര? അത് നമുക്കിങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനിയും എങ്ങോട്ടായിരിക്കും എൻ്റെ യാത്ര? മനസ്സിലാവുണ്ടല്ലോ. ഇനിയും ഭോഗങ്ങൾ അനുഭവിക്കാനാണോ, അതാണോ എൻ്റെ സ്മരണയിലുള്ളത്? അതോ ഇനി യോഗസുഖം അനുഭവിക്കാൻ അതിൻ്റെ സ്മരണ എൻ്റെ ഉള്ളിൽ ഉണ്ടോ? അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ജപിക്കാനിരിക്കുമ്പോഴും നമ്മളെ ഉള്ളിൽ, നമ്മുടെ സിരയിൽ, എന്താ പറയുക, സിരകളിൽ ആ ഒരു നാമലയത്തിൽ കിട്ടുന്നൊരു സുഖത്തിൻ്റെ ഓർമ്മ നല്ലവണ്ണം നിൽക്കണം. ആ ഓർമ്മയിൽ അങ്ങനെ നമ്മളങ്ങനെ അമർന്നിരിക്കുമ്പോൾ ആ ഓർമ്മയുടെ ശക്തി കൂടി വരുമ്പോൾ ആ ഓർമ്മയോട് കൂടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് തിരിച്ചു വരണം.